ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2 മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. 2023 മെയ് മാസവും ജൂൺ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യത്തെ പോയിന്റ്, കേരളത്തിന്റെ 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? വി വേണു. ഓക്കെ, കേരളത്തിന്റെ 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? വി വേണു ആണ് കേട്ടോ, വി വേണു. അടുത്ത പോയിന്റ്, 2023 ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. 2023 ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി നൈൽ, കേട്ടോ, ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. അടുത്ത പോയിന്റ്, 2023 ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേട്ടോ. 2023 ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തത്, 2023 ജൂൺ 13 പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വാൽമുട്ടി കോളനി കേട്ടോ. അപ്പൊ വാൽമുട്ടി കോളനി 2023 പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗ്രാമമാണ് വാൽമുട്ടി കോളനി. അപ്പൊ അത് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് വാൽമുട്ടി കോളനി. ഓക്കെ, അപ്പൊ പാട്ട് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പാട്ടൊക്കെ ഉണ്ടെന്ന് ഓർക്കാം. അപ്പൊ പല എന്നുള്ള രീതിയിൽ പാലക്കാടായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ ഗ്രാമം ഏതാണ്? വാൽമുട്ടി കോളനി ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ആരാണ്? പ്രിയ AS ആണ്. ഓക്കെ, ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ആരാണ്? പ്രിയ AS ആണ്. നോവൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ പെരുമഴയത്തെ കുഞ്ഞിതളുകളാണ് കേട്ടോ. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ബാലസാഹിത്യം, അപ്പൊ ബാലന്മാരെയൊക്കെ നമുക്ക് ഭയങ്കര പ്രിയമാണെന്ന് ഓർക്കാം. പ്രിയ AS ആണ്. അതേപോലെ തന്നെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ബാലൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞായിട്ടൊക്കെ ഓർക്കാം, കുഞ്ഞിതളുകളായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ മഴയത്തൊക്കെ കളിക്കുന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ പെരുമഴയത്തെ കുഞ്ഞിതളുകളാണ് നോവൽ കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ്. ഓക്കെ, ഇംഗ്ലീഷ് വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? സുധാമൂർത്തി. കൃതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് ആണ്. ഓക്കെ, ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇന്ത്യയാണ്. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. 2023 ജൂണിൽ ആഗോള സാമ്പത്തിക ഫോറം തയ്യാറാക്കിയിട്ടുള്ള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127 ആണ്. ഓക്കെ, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് കേട്ടോ, 2023 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 127 ആണ്. അതിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഐസ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം. അപ്പൊ നമുക്ക് ഈ 6 പോയിന്റ് ഒന്നും കൂടെ വേഗം നോക്കാം. കേരളത്തിന്റെ 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി വി വേണു. 2023 ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2023 ജൂൺ 13 പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് പ്രിയ AS ആണ്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇന്ത്യയാണ്. അതേപോലെ തന്നെ 2023 ജൂണിൽ ആഗോള സാമ്പത്തിക ഫോറം തയ്യാറാക്കിയിട്ടുള്ള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഐസ്ലാൻഡ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായിട്ട് നടത്തിയിട്ടുള്ള അന്വേഷണ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത് എന്താ? ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഒരു ഹോപ്പ് വേണം അല്ലെ, ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, വിളർച്ച മുക്ത കേരളത്തിനായുള്ള വിവാ കേരള ക്യാമ്പയിന് കീഴിൽ ലക്ഷ്യം പ്രാപിച്ചുള്ള ആദ്യത്തെ പഞ്ചായത്ത് മൈലേപ്ര പഞ്ചായത്താണ്. പത്തനംതിട്ടയിലാണ്. അപ്പോ വിവ എന്ന് പറയുന്നത് എന്താ? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് അല്ലെ. അപ്പൊ വിളർച്ച മുക്ത കേരളത്തിനായിട്ടുള്ള വിവാ കേരളം ക്യാമ്പയിന് കീഴിൽ ലക്ഷ്യം പ്രാപിച്ചിട്ടുള്ള ആദ്യത്തെ പഞ്ചായത്താണ് ചോദിച്ചിട്ടുള്ളത്. മൈലേപ്ര പഞ്ചായത്താണ്, പത്തനംതിട്ട. ജസ്റ്റ് ഓർക്കാം, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കാണ്. അപ്പോൾ 10 പേരെങ്കിലും വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് മാറ്റണം എന്നൊക്കെ ജസ്റ്റ് ഓർക്കാം. പത്തനംതിട്ട ജില്ലയിലാണ്. അതേപോലെ തന്നെ എന്റെ വിളർച്ചയെ മാറ്റണം എന്ന് ഓർക്കാം. അപ്പൊ മൈ വെച്ചിട്ടൊന്ന് ഓർക്കാം. എന്റെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, മൈ ലേപ്ര എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് MK സാനു ആണ്.
ഓക്കെ, അപ്പൊ പഠിച്ചു വെച്ചേക്ക സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ്? എം കെ സാനു ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏതാണ്? കവചാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്ക. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏതാണ്? സുരക്ഷാ സംവിധാനം കവചാണ് കേട്ടോ, കവചാണ്. ഇനി കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കുവാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതി ഏതാണ്? സ്പോഞ്ച് സിറ്റി പദ്ധതി. ഇപ്പൊ കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കുവാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതി ഏതാണ്? അത് സ്പോഞ്ച് സിറ്റി പദ്ധതിയാണ്. ഈ പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ് കേട്ടോ. 2023 ജൂണിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയുള്ള സംസ്ഥാനം കർണാടക. ഓക്കെ, 2023 ജൂണിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയുള്ള സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. ഈ പദ്ധതിയുടെ പേര് ശക്തി എന്നുള്ള പദ്ധതിയാണ്. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിന്റെ വേദി നമ്മുടെ ഇന്ത്യയാണ്. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. അപ്പൊ നമുക്ക് പോയിന്റ്സുകളൊന്ന് സ്പീഡിൽ നോക്കാം. ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായിട്ട് നടത്തിയിട്ടുള്ള ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഹോപ്പ്. പിന്നെ വിവാ കേരളം ക്യാമ്പയിന് കീഴിൽ ലക്ഷ്യം പ്രാപിച്ചിട്ടുള്ള ആദ്യത്തെ പഞ്ചായത്ത് മൈലേപ്ര, പത്തനംതിട്ട ജില്ല. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് എം കെ സാനു. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനം കവചാണ്. കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കുവാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതിയാണ് സ്പോഞ്ച് സിറ്റി പദ്ധതി. 2023 ജൂണിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയുള്ള സംസ്ഥാനം കർണാടക. പദ്ധതിയുടെ പേര് ശക്തി. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിന്റെ വേദി നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ് കേട്ടോ. അപ്പോൾ ആപ്പിന്റെ പേര് ഷീ ടൂറിസം എന്നാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ആപ്പ് ഏതാണ്? ഷീ ടൂറിസം. ഷീ ടൂറിസം. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം കേട്ടോ. അപ്പൊ ഇൻഡോർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനകത്തും നമുക്ക് ഓടി കളിക്കാം എന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇൻഡോർ ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാം, ഓടി കളിക്കാം, ഒഡീഷയായിട്ട് ഓർക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത്തെ ജലശക്തി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മാണിക്കൽ പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത്തെ ജലശക്തി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മാണിക്കൽ പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ലോക കേരള സഭ 2023 വേദിയായിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. ലോക കേരള സഭ കേട്ടോ. ലോക കേരള സഭ 2023 വേദിയായിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് അമേരിക്കയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്തേക്കുക. അടുത്തത്, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കായി ഡോക്ടർ APJ അബ്ദുൽ കലാം നോളേജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഓക്കെ, അപ്പോൾ APJ അബ്ദുൽ കലാം നോളേജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. അടുത്ത പോയിന്റ്, അണ്ടർ 18 വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയിട്ടുള്ള ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് താരം അദിതി ഗോപിചന്ദ് ആണ് കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, അദിതി ഗോപിചന്ദ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അമ്പെയ്ത്ത് ആണ്, അമ്പെയ്ത്ത്. പഠിച്ചു വെച്ചേക്കാം. അണ്ടർ 18 വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയിട്ടുള്ള ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് താരമാരാണ്? അദിതി ഗോപിചന്ദ്. അദിതി ഗോപിചന്ദ്. ഇനി SLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പോൾ പകുതി വെച്ച് പഠനമൊക്കെ നിർത്തിയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് സൗജന്യ തുടർ പഠനത്തിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ വേറൊരു ഹോപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏതാണെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓപ്പറേഷൻ ഹോപ്പ് അല്ലെ. അത് ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. പൊതുസ്ഥലത്തും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. നൂറ്റാണ്ടിന് മുമ്പ് തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന ഓപ്പറേഷൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ടൈറ്റൻ ആണ് കേട്ടോ.
അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. നൂറ്റാണ്ടിന് മുമ്പ് തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന ഓപ്പറേഷൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ഏതാണ്? ടൈറ്റൻ ആണ്, ടൈറ്റൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയിട്ടുള്ളത് UN ആസ്ഥാനത്ത് നടന്നിട്ടുള്ള യോഗ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്തുള്ള പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയിട്ടുള്ളത് UN ആസ്ഥാനത്ത് നടന്നിട്ടുള്ള യോഗ പരിപാടിയാണ്. 180-ലേറെ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇതിനകത്ത് പങ്കെടുത്തു. അടുത്ത പോയിന്റ് നോക്കാം. ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അശ്വിൻ ശേഖർ. ഓക്കെ, ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞരാണ് ഡോക്ടർ അശ്വിൻ ശേഖർ. ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. അപ്പൊ ഭവാനി ദേവി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെൻസിംഗ് ആണ്, വാൾപ്പയറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഭവാനി ദേവി എന്ന് പറയുമ്പോൾ ദേവിയുടെ കയ്യിലൊരു എന്താ പറയാ, ഒരു വാള് പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ ഫെൻസിംഗ് അല്ലെങ്കിൽ വാൾപ്പയറ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിക്കുകയാണെങ്കിൽ ഭവാനി ദേവി. അടുത്ത പോയിന്റ് നോക്കാം. കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള സിനിമയാണ് വാസവദത്ത. കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള സിനിമ ഏതാണ്? വാസവദത്ത എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. 2023 നടക്കുന്ന മൂന്നാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. 2023 നടക്കുന്ന മൂന്നാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇനി 2023 25-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് കൊങ്കൺ റെയിൽവേ ആണ്. 2023 25-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് ചോദിക്കുകയാണെങ്കിൽ അത് കൊങ്കൺ റെയിൽവേ ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള RAW കേട്ടോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ തലവൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രവി സിൻഹ. ആരാണ്? രവി സിൻഹ. ഇപ്പൊ എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ കൂടെ ഒരു അയ്യും കൂടി ഇട്ട രവി പോലെയൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ റോന്റെ പുതിയ തലവൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രവി സിൻഹ. ഇനി ഗോവയിൽ നടക്കുന്ന 37-ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. ഗോവ മോഗ. ഓക്കെ, അപ്പൊ ഗോവയിൽ നടക്കുന്ന 37-ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? മോഗ എന്ന കാട്ടുപോത്ത്. അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം. പൊതുസ്ഥലത്ത് ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനം കേരളം. പിന്നെ നൂറ്റാണ്ടിന് മുമ്പ് തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന ഓപ്പറേഷൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ടൈറ്റൻ ആണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയിട്ടുള്ളത് UN ആസ്ഥാനത്ത് നടന്നിട്ടുള്ള യോഗ പരിപാടി. ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ അശ്വിൻ ശേഖർ ആണ്. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവി. കുമാരനാശാന്റെ കരുണ എന്ന കൃതി ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചുള്ള സിനിമ വാസവദത്തയാണ്. 2023 നടക്കുന്ന മൂന്നാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 2023 25-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് കൊങ്കൺ റെയിൽവേ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതിന്റെ പുതിയ തലവൻ എന്ന് പറയുന്ന പോലെ തന്നെ RAW കഴിഞ്ഞിട്ട് ഒരു അയ്യും കൂടെ ജസ്റ്റ് ഒന്ന് ഓർക്കുക, രവി എന്നൊക്കെ ഓർക്കുക അല്ലെ, രവി സിൻഹ. ഗോവയിൽ നടക്കുന്ന 37-ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്ത്. മോഗ എന്ന കാട്ടുപോത്ത്. അടുത്ത പോയിന്റ് നോക്കാം. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക് ആണ്. ഓക്കെ, 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക്. ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഈ ഫ്രഞ്ച് ഓപ്പൺ എന്നൊക്കെ പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദാണെന്ന് ഓർക്കാം, സ്വാദാണെന്ന് ഓർക്കാം. ഇഗ സ്വിയാടെക് ആണ് കേട്ടോ, പോളണ്ടുകാരിയാണ്, ഒന്ന് ഓർത്തു വെക്കണം, പോളണ്ടുകാരിയാണ്. ഓക്കെ, അതേപോലെ തന്നെ 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗ ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. ഓക്കെ, 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ഏത് രാജ്യക്കാരനാ? സെർബിയൻ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു നോ സർ എന്നൊക്കെ ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത പോയിന്റ്, 2023 71-ാമത്തെ മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2023 71-ാമത്തെ മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇനി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം നേടിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പൊ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം നേടിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. 2-ാം സ്ഥാനത്തുള്ളത് പഞ്ചാബ്, 3-ാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ.
2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ബിപ്പർജോയ് ആണ്. 2023 അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ്? ബിപ്പർജോയ് ആണ്. പേര് നൽകിയിട്ടുള്ള രാജ്യം ബംഗ്ലാദേശ് ആണ്. ദുരന്തം എന്നാണ് ബിപ്പർജോയ് എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം, 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ബിപ്പർജോയ് ആണ്. അപ്പൊ നല്ല ജോയ് ആണ്, നല്ല സന്തോഷമാണ്. അറബിക്ക് നല്ല സന്തോഷൊക്കെ ആയെന്ന് ഓർക്കാം കേട്ടോ. അറബിക്ക് നല്ല ജോയ് ആയി, സന്തോഷമായെന്ന് ഓർക്കാം. അപ്പൊ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ്. ഇനി അറബിക്ക് ജോയ് ആവാനുള്ള റീസൺ ചോദിക്കുകയാണെങ്കിൽ നല്ല ട്യൂൺ വന്നു, പാട്ടിനൊക്കെ നല്ല ട്യൂൺ വന്നു എന്ന് ഓർക്കാം. ട്യൂൺ അല്ല, ജൂൺ ആണ്, ജൂൺ മാസം, അങ്ങനെയും ചോദിക്കാം കേട്ടോ എക്സാമിന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ജൂൺ മാസം അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ്? ബിപ്പർജോയ്, ബിപ്പർജോയ്. ഇനി അതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ് ആണ്, ബംഗ്ലാദേശ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമ്മുടെ പേര് ബിപ്പർജോയ് ആണെങ്കിലും അതിന്റെ മീനിങ് വരുന്നത് എന്താ? ദുരന്തമാണ് കേട്ടോ. ദുരന്തം എന്നാണ് ബിപ്പർജോയ് എന്നതിന്റെ അർത്ഥം. ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ് ആണ്. ഓക്കെ, 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ്, ഐവറി കോസ്റ്റ്. ഓക്കെ, അപ്പൊ പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും നല്ല വൃത്തിയാക്കി, നല്ല വെളുത്ത് ഐവറി പോലെയൊക്കെ ഇരിക്കാന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഐവറി കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. 2023 നടക്കുന്ന മൂന്നാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. 2023 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് കൊങ്കൺ റെയിൽവേ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്, അതിന്റെ പുതിയ തലവൻ ചോദിക്കുകയാണെങ്കിൽ രവി സിൻഹയാണ്. ഗോവയിൽ നടക്കുന്ന 37ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. ഓക്കെ, 2023 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പ്രൊഫസർ എം കെ സാനുവിനാണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക് ആണ്. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദാണെന്ന് ഓർക്കുക കേട്ടോ, പൊളിയാണ്. അപ്പൊ പോളണ്ട് ആയിട്ട് ഓർക്കുക. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗ ജേതാവ് നൊവാക് ജോക്കോവിച്ച്. പുരുഷന്മാരോട് ഫ്രഞ്ച് ഫ്രൈസ് കാണുന്ന വെക്കുകയാണെങ്കിൽ നോ എന്നുള്ള രീതിയിൽ പറയുന്ന ഓർക്കാം കേട്ടോ. അപ്പൊ 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗ ജേതാവ് നൊവാക് ജോക്കോവിച്ച്. 2023 71ാമത്തെ മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളം, 2ാം സ്ഥാനത്ത് പഞ്ചാബ്, 3ാം സ്ഥാനത്ത് തമിഴ്നാട്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ടുള്ള ചുഴലിക്കാറ്റ് ബിപ്പർജോയ് ആണ്. പേര് നൽകിയിട്ടുള്ള രാജ്യം ബംഗ്ലാദേശ്. അതേപോലെ തന്നെ അതിന്റെ മീനിങ് എന്താണ്? ദുരന്തം. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്സുകൾ നോക്കാം. അടുത്ത പോയിന്റ്, കേരളത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, കെ ഫോൺ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കളക്ടറേറ്റ് കോട്ടയമാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് ചോദിക്കുകയാണെങ്കിൽ കോട്ടയമാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31-നാണ്. ഇപ്പോ 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം ഭക്ഷണമാണ്, പുകയില അല്ല. കേട്ടോ, അപ്പൊ നമുക്ക് ആവശ്യം ഭക്ഷണമാണ്, പുകയില അല്ല. ഇന്ത്യയിൽ ആദ്യമായി വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുകാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള കരട് നിയമം തയ്യാറാക്കിയുള്ള സംസ്ഥാനം കേരളം. പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാ? ബിമൽ പട്ടേലാണ്. അപ്പൊ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക. പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബിമൽ പട്ടേലാണ് കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത്? 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ പോയിന്റ്സുകൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കേരളത്തിൽ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറഞ്ഞുള്ള പദ്ധതി. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയമാണ് അല്ലെ, കോട്ടയമാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം നമുക്ക് ആവശ്യം ഭക്ഷണമാണ്, പുകയില അല്ല. ഓക്കെ, ഇനി 45th പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും
തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയുള്ള സംസ്ഥാനം കേരളം. പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേലാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപയുടെ നാണയമാണ്. ഇനി അടുത്ത പോയിന്റ്, മുണ്ടൂര് കൃഷ്ണൻകുട്ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറ ജോസഫിനാണ് കേട്ടോ. സാറ ജോസഫിനാണ് മുണ്ടൂര് കൃഷ്ണൻകുട്ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മുണ്ടുടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സാറിനെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, മുണ്ടുടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സാറിനെ മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. മുണ്ടൂര് കൃഷ്ണൻകുട്ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ജോസഫിനാണ്. അപ്പൊ സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് കേരളം. പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് കോവൂരാണ്. പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് കോവൂര്. അപ്പൊ കൃഷ്ണന്റെ ഒക്കെ ഒരു കോവ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, അമ്പലം കോവൊക്കെ ആയിട്ടൊന്ന് ഓർക്കാം കേട്ടോ. പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് കോവൂരാണ്. കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള ചിത്രം വാസവദത്ത, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് മഹത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. ഓക്കെ, അപ്പൊ ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയുള്ള വ്യക്തി കാമി റിത ഷെർപ്പയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയുള്ള വ്യക്തി ആരാണ്? കാമി റിത ഷെർപ്പ. കാമി റിത ഷെർപ്പ 27 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ പേര് മോഖ എന്നുള്ള ചുഴലിക്കാറ്റാണ്. ഓക്കെ, ഇനി ചുഴലിക്കാറ്റിന് മോഖ എന്ന പേര് നിർദ്ദേശിച്ചിട്ടുള്ള രാജ്യം യമൻ ആണ്. യമനിലെ ഒരു തുറമുഖ നഗരമാണ് മോഖ എന്ന് പറയുന്നത്. അപ്പൊ മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ പേര് ഏതാണ്? മോഖ. മോഖ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു പുക പോലെ, ഈ പുകയൊക്കെ വരുന്നത് ഈ യമൻ അല്ലെ, നമ്മുടെ കാലൻ യമൻ ഒക്കെ വരുമ്പോ പുക വരുന്നൊക്കെ വെറുതെ ഓർക്കുക കേട്ടോ. അപ്പോ മോഖയാണ്. അപ്പൊ ഈ ചുഴലിക്കാറ്റിന് മോഖ എന്ന പേര് നിർദ്ദേശിച്ചുള്ള രാജ്യം യമൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ പറഞ്ഞത്? മുണ്ടൂര് കൃഷ്ണൻകുട്ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാറ ജോസഫ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയുള്ള സംസ്ഥാനം കേരളം. പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്ന കോവൂര്. കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള ചിത്രം വാസവദത്ത. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലായത്തെ സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി കാമി റിത ഷെർപ്പയാണ്. അതേപോലെ തന്നെ മോഖ എന്ന് പറഞ്ഞുള്ള ചുഴലിക്കാറ്റ് അല്ലെ, മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ പേരാണ് മോഖ. ഇതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം യമൻ ആണ് കേട്ടോ. ഇനി മോഖ ചുഴലിക്കാറ്റിന് നാശം വിതച്ചിട്ടുള്ള മ്യാൻമാർ ഇന്ത്യ നടത്തുന്ന രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ കരുണ കേട്ടോ. ഓപ്പറേഷൻ കരുണയാണ്. അപ്പൊ ഓപ്പറേഷൻ കരുണ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ചിട്ടുള്ള മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ കരുണ. ഓക്കെ, ഓപ്പറേഷൻ കരുണ. ഇനി അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന എവിടെയാ? വെള്ളായണി. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം. അപ്പൊ ടൂറൊക്കെ നമ്മൾ വെള്ളമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നൊക്കെ ഓർക്കാം അല്ലെ. വെള്ളായണിയാണ് തിരുവനന്തപുരം. സിനി ടൂറിസം ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന എവിടെയാണ്? വെള്ളായണി. മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. ഓക്കെ, മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ഏതാണ്? VK മോഹൻ കമ്മീഷൻ. VK മോഹൻ കമ്മീഷൻ. ഇനി 2023 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഡീറ്റെയിൽഡ് ആയിട്ട് കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കാണുക. എന്താ വേൾഡ്സ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. 161 ആണ്. ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം നോർവേ ആണ്. ട്വിറ്ററിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനാകുന്നത് ലിൻഡ യക്കാരിനോ. ട്വിറ്ററിന്റെ കേട്ടോ, ട്വിറ്ററിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനാകുന്നത് ലിൻഡ യക്കാരിനോ. ലിൻഡ യക്കാരിനോ. ഇനി എലോൺ മസ്ക് സ്ഥാനമൊഴിയുന്ന പദവിയിലേക്കാണ് ഈ ഒരു നിയമനം വന്നിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ? സുഖ്വിന്ദർ സിംഗ് സുഖു അല്ലെ. ഹിമാചൽ പ്രദേശ്, നമ്മുടെ ഹിമാചൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹിമമുള്ള സ്ഥലം നമ്മുടെ കുളു മണാലി ഒക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അവിടെയൊക്കെ പോയാൽ നല്ല സുഖമാണെന്നൊക്കെ ഓർക്കാം. അപ്പൊ സുഖ്വിന്ദർ സിംഗ് സുഖു കേട്ടോ. ഇനി കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ഗോപി
കൊട്ടമുറിക്കലാണ് കേട്ടോ. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപിയാണ്, ഗോപി കോട്ടമുറിക്കൽ. താക്കോൽ എന്ന നോവൽ രചിച്ചത് ആരാ? ആനന്ദാണ്. അപ്പൊ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആനന്ദം വരുന്നൊക്കെ ഓർക്കാം അല്ലെ. താക്കോൽ എന്ന നോവൽ രചിച്ചത് ആനന്ദ്. അപ്പൊ പി സച്ചിദാനന്ദൻ എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പി സച്ചിദാനന്ദൻ. ഓക്കെ, ഇനീഷ്യൽ ഇമ്പോർട്ടന്റ് ആണ്. പി സച്ചിദാനന്ദൻ. ദ ഗോൾഡൻ ഇയേഴ്സ്, ദ മെനി ജോയ്സ് ഓഫ് ലിവിങ് എ ഗുഡ് ലോങ് ലൈഫ്, അതിന്റെ ഓദർ ചോദിക്കുകയാണെങ്കിൽ റസ്കിൻ ബോണ്ട് ആണ്. ഗോൾഡൻ ഇയേഴ്സ്, കുറെ വർഷങ്ങൾ നമുക്ക് ചിലപ്പോൾ ബോണ്ട് ഉണ്ടാവും അല്ലെ. ഈ IT ഫോംസിലൊക്കെ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോണ്ട് ഉണ്ടാവും എന്നൊക്കെ ഓർക്കാം. ദ ഗോൾഡൻ ഇയേഴ്സ്, ദ മെനി ജോയ്സ് ഓഫ് ലിവിങ് എ ഗുഡ് ലൈഫ്, അതിന്റെ ഓദർ ചോദിക്കുകയാണെങ്കിൽ റസ്കിൻ ബോണ്ട് ആണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ശലഭം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ശലഭം. ശലഭം. അപ്പൊ ചിത്രശലഭമായിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ, നവജാത ശിശുക്കളല്ലേ. ഇനി ശലഭം എന്ന പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ളത് മലപ്പുറത്താണ്. ഓക്കെ, ശലഭം എന്ന പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ളത് മലപ്പുറത്താണ് കേട്ടോ. ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാസ്പ് എന്ന് പറയുന്നത്. കാസ്പ് എന്ന് പറഞ്ഞാല് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? കാസ്പ്. കാസ്പ് എന്ന് പറഞ്ഞാല് എന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഗർഭിണികളുടെയും അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഓക്കെ, മാതൃവന്ദന യോജന. ഗർഭിണികളുടെയും അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അടുത്ത പോയിന്റ്, ദ ക്രൂക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ രചിച്ചത് ആരാണ്? പരാഗല പ്രഭാകർ ആണ്. ക്രൂക്കഡ് ആയിട്ടുള്ള എന്നൊക്കെ പറയുമ്പോൾ ക്രൂക്കഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് പാര വെക്കുന്നൊക്കെ വെറുതെ ഓർക്കാം അല്ലെ. പരാഗല പ്രഭാകർ ആണെന്നുള്ളത് ഓർത്തു വെക്കാം. 2023 വർഷം തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ്? റജബ് തയ്യിബ് എർദോഗൻ. റജബ് തയ്യിബ് എർദോഗൻ. ടർക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ടർക്കി ടവലായിട്ടൊക്കെ ഒന്ന് ഓർക്കാം അല്ലെ. ടർക്കിയുടെ തയ്യിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. തയ്ക്കുക എന്നൊക്കെ ഓർക്കാം. അപ്പൊ തയ്യിബ് ആണെന്നുള്ളത് ഓർത്തു വെക്കാം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ മികച്ച പുരുഷ വനിതാ താരങ്ങൾക്കുള്ള 2023 GV രാജ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് M ശ്രീശങ്കറിനും അപർണ ബാലനും ആണ് കേട്ടോ. M ശ്രീശങ്കറിനും അപർണ ബാലൻ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ മികച്ച പുരുഷ വനിതാ താരങ്ങൾക്കുള്ള 2023 GV രാജ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കൊക്കെയാണ്? ശ്രീശങ്കറിനും M ശ്രീശങ്കറിനും അതേപോലെ തന്നെ അപർണ ബാലനും ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഗ്രീൻ ക്ലീൻ ക്യാമ്പസ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി കാമി റിത ഷെർപ്പ. മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ പേര് മോഖയാണ്. അതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം യമൻ. മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ചിട്ടുള്ള മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ കരുണ. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന എവിടെയാ? വെള്ളായണി. മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ VK മോഹൻ കമ്മീഷൻ. 2023 പ്രസിദ്ധീകരിച്ചുള്ള ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ട്വിറ്ററിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനാകുന്നത് ലിൻഡ യക്കാരിനോ. ലിൻഡ യക്കാരിനോ. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വിന്ദർ സിംഗ് സുഖു. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. താക്കോൽ എന്ന നോവൽ രചിച്ചത് ആനന്ദാണ്. പി സച്ചിദാനന്ദൻ. ദ ഗോൾഡൻ ഇയേഴ്സ്, ദ മെനി ജോയ്സ് ഓഫ് ലിവിങ് എ ഗുഡ് ലൈഫ്, എന്റെ ഓദർ ചോദിക്കുകയാണെങ്കിൽ റസ്കിൻ ബോണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ശലഭം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അത് ആരംഭിച്ചിട്ടുള്ള ജില്ല മലപ്പുറം. ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഗർഭിണികളുടെയും അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ദ ക്രൂക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ രചിച്ചത് പരാഗല പ്രഭാകർ. 2023 വർഷം തുർക്കിയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി റജബ് തയ്യിബ് എർദോഗൻ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ മികച്ച പുരുഷ വനിതാ താരങ്ങൾക്കായുള്ള 2023 GV രാജ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് M ശ്രീശങ്കറും അതേപോലെ തന്നെ അപർണ ബാലനും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമ്മളിന്ന് നോക്കിയിട്ടുള്ളത് മെയ് മാസം ജൂൺ മാസം 2023 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നാളെ നമുക്ക് അടുത്ത 2 മാസം അങ്ങനെ മറ്റന്നാൾ കൊണ്ട് നമ്മുടെ പോർഷൻസ് തീരും കേട്ടോ. പിന്നെ നമുക്ക് റിവിഷൻ ഒക്കെ വെക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ഓൾ.